This is Poco X3. Now we unboxing on. സോ ഫസ്റ്റ് ഇംപ്രഷൻസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ടേൺ ഓൺ ദ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ. ഈ വീഡിയോ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അൺബോക്സിങ്ങും ആദ്യം തന്നെ ഫോൺ എൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻസുമാണ്. ഓക്കെ, സോ ഉടനടി മേ ബി 1 വീക്ക് ഞാനത് എൻ്റെ ഡെയിലി ഡ്രൈവറായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. സോ അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഫുൾ റിവ്യൂ റെഡിയാക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും നിസ്സാരമാകാം വലിയതാകാം ഏത് തരത്തിലുള്ള ഡൗട്ട്സും ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. അതിനായിട്ട് മേ ബി ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളെ ട്വിറ്ററിലും ഫോളോ ചെയ്യാവുന്നതാണ്. സോ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഞങ്ങളെ അറിയിക്കുക. അതിൽ നിന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഞങ്ങൾ പിക്ക് ചെയ്തിട്ട് ഡെഫിനറ്റ് ആയിട്ടും ഒരു Q&A സെഷൻ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ പോക്കോ X3യുടെ ബോക്സിനുള്ളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മെയിൻലി കിട്ടാൻ പോകുന്നത് ഒരു Type-C കേബിൾ കിട്ടും. പിന്നെ ഫോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്ലിയർ കേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 33 വാട്ട്സിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് പവർ അഡാപ്റ്റർ കിട്ടും. പിന്നെ ഡെഫിനറ്റ്ലി സിം ഇജക്ഷൻ ടൂൾ. പിന്നെ ഒബ്വിയസ്ലി പോക്കോ X3. ആദ്യം തന്നെ പോക്കോ X3 എടുത്തിട്ട് ഒരു ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ ആരായാലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കൊള്ളാലോ എന്ന് പറയുന്ന പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് പോക്കോ X3ക്ക് കൊടുത്തിട്ടുള്ളത്. എനിക്ക് എന്തായാലും വളരെയധികം ഇഷ്ടമായി. സ്പെഷ്യലി ഇതിന്റെ പുറകെ കൊടുത്തിട്ടുള്ള ഒരു ഫിനിഷ് ലൈൻ ഡിസൈനും അതിന്റെ പിന്നിലുള്ള വലിയ പോക്കോന്റെ ലോഗോ എല്ലാം എന്താ പറയാ, കുറച്ച് അഗ്രസീവ് ആണ്, ബട്ട് വളരെ അട്രാക്റ്റീവ് ആണ്. പുതിയ ക്യാമറ മോഡ്യൂളിന്റെ ഡിസൈൻ എല്ലാം തന്നെ വളരെ അട്രാക്റ്റീവ് ആണെന്ന് തന്നെ പറയാം. പോക്കോ X3 എടുത്ത് നമ്മുടെ കയ്യിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് 2 കാര്യങ്ങളാണ് ഒറ്റയടിക്ക് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതിൽ ആദ്യത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ അത്ര ലൈറ്റ് ഒന്നും അല്ലല്ലോ, അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഫോണാണ്. ഓക്കെ, സോ അപ്പോൾ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫോൺ നോക്കുന്നവർക്ക് അല്ലെങ്കിൽ ഭയങ്കര സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഫോൺ നോക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആവില്ല എന്ന് ഞാൻ പറയാം. കാരണം ഇത് അത്യാവശ്യം നല്ല ഹെവിയാണ്, നല്ല ബൾക്കി ആയിട്ടുള്ള ഒരു ഫോണാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിന്റെ ബാക്ക് പാനലാണ്. സോ ഇവിടെ നമുക്കൊരു ഗ്ലാസ് ബിൽഡ് അല്ല കിട്ടുന്നത്, അതിന് പകരം പ്ലാസ്റ്റിക് ബിൽഡ് ക്വാളിറ്റിയാണ്. ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ആവുകയൊക്കെ ചെയ്യും, ഗ്ലാസ് പോലെയല്ല. സിംപ്ലി നിങ്ങളൊന്ന് കൊട്ടി നോക്കിയാൽ മതി. ഞാൻ കേൾപ്പിച്ചുതരാം, നിങ്ങൾക്ക് എത്ര മനസ്സിലാവുമെന്ന് അറിയില്ല. കേൾക്കുന്നുണ്ടോ? സോ ഇത് ഒരു എന്താ പറയുക, ഒരു ഗ്ലാസ് ബാക്ക് ഉള്ള ഫോണാണ്. സോ ഇതിന്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചുതരാം. കണ്ടാ വ്യത്യാസമല്ലേ? സോ അതാണ് സംഭവം. ഇങ്ങനെ തട്ടിയും കൊട്ടിയൊക്കെ നോക്കുമ്പോൾ നമുക്കിത് പ്ലാസ്റ്റിക് ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ബട്ട് അതുകൊണ്ട് എന്താ പറയുക, അത്ര വലിയ ഡിസഡ്വാൻറ്റേജ് ആണ് എന്ന് ഞാൻ പറയില്ല. ബട്ട് ഡെഫിനറ്റ്ലി പോക്കോ X2 കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡൗൺ ഗ്രേഡ് ആണ്. അത്യാവശ്യം ഒരു ഗ്രിപ്പൊക്കെ ഈ ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ അങ്ങനെ കയ്യിൽ നിന്ന് സ്ലിപ്പായി വീഴാനുള്ള ചാൻസ് കുറവാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, നമ്മുടെ കയ്യിലുള്ളത് കൊബാൾട്ട് ബ്ലൂ എന്ന് പറയുന്ന ഒരു ബ്ലൂ മോഡലാണ്. ഓക്കെ, സോ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ്സ് ഒക്കെ ഇങ്ങനെ മാർക്സ് ഒക്കെ പതിയുന്നുണ്ട്. സോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കണം. പിന്നെ കുഴപ്പമില്ല, നിങ്ങൾ ട്രാൻസ്പെറന്റ് കേസ് എല്ലാം ഇട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ ഫോണിന്റെ താഴത്തെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു Type-C പോർട്ട് കാണാൻ സാധിക്കും. 3.5mm ഹെഡ്ഫോൺ ജാക്ക് കാണാൻ സാധിക്കും. ഒരു സ്പീക്കർ ഗ്രില്ലും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഒരു പവർ ബട്ടൺ ഉണ്ട്. സോ ആ പവർ ബട്ടൺ മേലാണ് നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനർ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. സോ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. സോ എത്രയ്ക്ക് ഫാസ്റ്റ് ആണ് എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ഈ സ്കാനർ. ഇനി ഈ പവർ ബട്ടന്റെ മേലെ നമുക്ക് വോളിയം റോക്കേഴ്സ് ഉണ്ട്. ഫോണിന്റെ റൈറ്റ് സൈഡിലാണ് സിം ട്രേ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഹൈബ്രിഡ് സിം ട്രേ ആണ്. ഓക്കെ, സോ ഇതാണ് ഡിസൈനിനെ പറ്റിയിട്ട് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇനി ഡിസ്പ്ലേയിലേക്ക് വരാം. ഇവിടുത്തെ ഡിസ്പ്ലേ നമുക്ക് കിട്ടാൻ പോകുന്നത് 6.67 ഇഞ്ച് വരുന്ന IPS LCD ഡിസ്പ്ലേ ആണ്. സോ ഇതുവരെയുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഐ എം ഇംപ്രസ്ഡ് എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം ഡെഫിനറ്റ്ലി LCD ഡിസ്പ്ലേ ആണ്. സോ നമ്മൾ AMOLEDന്റെ അത്ര ഒരു പഞ്ചി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് നോർമലി എക്സ്പെക്ട്
ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ അതിന് വിപരീതമായിട്ട് അത്യാവശ്യം പഞ്ചി ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ഉള്ള കളേഴ്സ് തന്നെയാണ് ഈ ഡിസ്പ്ലേയുടെ നമുക്ക് ലഭിക്കുന്നത്. സോ പോക്കോ X3 നമുക്ക് കിട്ടുന്നത് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ്. സോ ഇത് ക്യാമറയിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി പോക്കോ X3 യൂസ് ചെയ്യുമ്പോൾ മെയിൻലി ബ്രൗസേഴ്സ് പോലെയുള്ള ബാക്കി ആപ്ലിക്കേഷൻസ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്. സോ ഇതുവരെയുള്ള ഒരു ലിമിറ്റഡ് യൂസേജ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഡിസ്പ്ലേക്ക് ഞാനൊരു തംസ് അപ്പ് എന്തായാലും കൊടുക്കുന്നു. ഇനി ഡിസ്പ്ലേ കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സൗണ്ട് ക്വാളിറ്റി ആണല്ലോ. സോ ഇതിന്റെ സ്പീക്കേഴ്സിനെ ടെസ്റ്റ് ചെയ്യാനും ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഡുവൽ സ്പീക്കേഴ്സ് ആണ് പോക്കോ X3 ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. സോ എന്തായാലും ഈ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിന്റെ സാമ്പിൾ ഒന്ന് നോക്കിയാലോ. കൊള്ളാല്ലേ, ഗംഭീരമായിട്ടുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് തന്നെയാണ് ഈ ഫോണിൽ നിന്നും വരുന്നത്. നമ്മുടെ ഫുൾ റിവ്യൂവിൽ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഇനി ക്യാമറ കൂടി നമുക്കൊന്ന് ടച്ചപ്പ് ചെയ്ത് നോക്കാം. സോ ക്യാമറ ഇന്റർഫേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഫീൽ ചെയ്യും. വളരെ ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ള ഒരു ക്യാമറ ആപ്പ് ആണ് പോക്കോ X3 നമുക്ക് ലഭിക്കുന്നത്. ഫുൾ റിവ്യൂ വരുമ്പോഴേക്കും നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമുക്കൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. 64 മെഗാ പിക്സലിന്റെ സോണി IMX682 സെൻസർ ആണ് പ്രൈമറി സെൻസർ ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ 13 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാവൈഡ് ആംഗിൾ ലെൻസ് ഉണ്ട്. 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ ലെൻസും 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറും ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 20 മെഗാ പിക്സലിന്റെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് ആണ് പോക്കോ X3 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ഡീറ്റെയിൽസ് എല്ലാം ക്യാപ്ചർ ചെയ്യുന്നതായിട്ടാണ് തോന്നിയത്. എന്തായാലും ഫുൾ റിവ്യൂവിൽ ക്യാമറ പെർഫോമൻസിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ പോക്കോ X3ന്റെ സോഫ്റ്റ്വെയർ ഫ്രണ്ട് നോക്കി കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 10ന്റെ മുകളിൽ MIUI 12 ആണ് നമുക്ക് ഈ ഫോണിലൂടെ ലഭിക്കുന്നത്. സോ MIUIന്റെ എല്ലാ ഫീച്ചേഴ്സും ലഭിക്കുന്നു. പിന്നെ ഇതൊരു പോക്കോന്റെ ഫോണായ കാരണം നമുക്ക് പോക്കോ ലോഞ്ചർ ഇൻബിൽറ്റ് ആയിട്ട് ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ UI ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫീൽ നമുക്ക് ലഭിക്കുന്നു. പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോട്ട്വെയർസ് ഉണ്ട്. സോ അതിൽ കുറെയൊക്കെ നമുക്ക് ഈസിലി അൺഇൻസ്റ്റാൾ ചെയ്യാം. ആവശ്യമില്ലാത്ത നമ്മൾ അധികം കളിക്കാത്ത കുറെ ഗെയിംസുകളെല്ലാം ഉണ്ട്. അതെല്ലാം നമുക്ക് ഈസി ആയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. പിന്നെ റീസെന്റ് പോക്കോ ഫോൺസ് പോലെ തന്നെ ഇതിൽ ആഡ്സ് ഒന്നും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. പിന്നെ നോർമൽ യൂസിൽ ഇതുവരെ ഒരു ലാഗോ ഒരു സ്റ്റട്ടറോ ഒരു സ്ലോനെസ്സോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സ്നാപ്ഡ്രാഗൺ 732G എന്ന് പറയുന്ന ഒരു പുതിയ പ്രൊസസ്സറുമായിട്ടാണ് ഈ ഫോൺ വന്നിട്ടുള്ളത്. സോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്ക് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഇതിനെ പറ്റി കൂടുതലായിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള പോക്കോ X3യുടെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷൻസും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡെഫിനറ്റ് ആയിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ റിവ്യൂ ഉടനടി വരുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഫോണിനെ പറ്റി പർട്ടിക്കുലർ ആയിട്ട് അറിയേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെയോ നമ്മുടെ ട്വിറ്ററിലൂടെയോ നമ്മൾ അറിയിക്കുക. ഡെഫിനറ്റ് ആയിട്ടും ഇതെല്ലാം ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. സോ ഇഫ് യു എൻഡ് അപ്പ് ലൈക്കിംഗ് ദിസ് വീഡിയോ, ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് അവർ വീഡിയോ, ഷെയർ അവർ വീഡിയോ. സോ ഇതേപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് മലയാളം ടെക് കണ്ടന്റുമായിട്ട് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ, ബൈ.